ഒരു ന്യൂജൻ യുവാവ് കുമ്പസാരിക്കാൻ പോയി. കുമ്പസാരത്തിൽ അവന് പ്രായശ്ചിത്തം കിട്ടിയത് സകല പുണ്യവാന്മാരുടെയും ലുത്തിനിയ ചെല്ലാനായിരുന്നു. അപ്പോൾ അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് അതെന്താണെന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞു. അച്ഛൻ തപ്പിയെടുത്തൊരു പുസ്തകം കൊണ്ട് കൊടുത്തിട്ട് പല പേജുകളിലായിട്ടുള്ള പുണ്യവാന്മാരുടെ ലുത്തിനെ കാണിച്ചു കൊടുത്ത് ചൊല്ലിക്കോളാൻ പറഞ്ഞു. അവനത് നോക്കിയപ്പോഴത്തേക്കും ഇന്നും നാളെയും തീരുന്ന മട്ട അവന് തോന്നിയില്ല. അവനെന്ത് ചെയ്തു? ആദ്യത്തെ 1-2 പ്രാർത്ഥന കഴിഞ്ഞിട്ട് കർത്താവെ അനുഗ്രഹിക്കണം അതൊക്കെ ചൊല്ലി. അത് കഴിഞ്ഞ് വിശുദ്ധരുടെ ഭാവം വന്നപ്പോൾ ഈ പേജിലുള്ള സകല വിശുദ്ധരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഈ പേജിലുള്ള സകല വിശുദ്ധരെ എന്ന് പറഞ്ഞ് ഓരോ പേജും മറിച്ച് അവൻ പ്രാർത്ഥന സമാപിപ്പിച്ചു. അതുപോലെ ഇവിടെ 3 പേജുണ്ട്. ഓരോ പേജിൻ്റെയും മറിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ യോഗ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവേ, നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിട്ടുള്ള അഭിവന്യ കർദിനാൾ മാർ ക്ലിമീസ് തിരുമേനി, നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ യാക്കോബായ സുറിയാനി സഭയുടെ അഭിനവ ശ്രേഷ്ഠഭാവ ബസേലിയോസ് മാർ ജോസഫ് തിരുമേനി, പാലാ രൂപതാധ്യക്ഷൻ അഭിവന്യ ജോസഫ് കലറങ്ങാട്ട് പിതാവേ, അഭിവന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവേ, തൊഴിയൂർ സഭയുടെ അധ്യക്ഷൻ സെൽമാർ ബസേലിയോസ് തിരുമേനി, നമ്മുടെ പ്രിയങ്കരനായ മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ, എല്ലാവർക്കും പ്രിയങ്കരനായ, എല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീ ശശി തരൂർ, കേരള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ആവശ്യമിരിക്കുന്നത് നമ്മുടെ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, CBCI പ്രസിഡന്റ് ആൻഡ്രൂസ് പിതാവേ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിതമ മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ പിതാവേ, തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ജോസഫ് പാമ്പളാനി പിതാവേ, നമ്മുടെ കലതായ സുറിയാനി സഭയുടെ ഔഗിയന്മാർ ഗ്യൂറീസ് മെത്രാപ്പൊലീത്ത, പിന്നീട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചിങ്ങമനത്തെ നമ്മുടെ കുര്യാക്കോസ് മാർ സെവേറിയോസ് തിരുമേനി, പിന്നെ ഇവരെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന 2-3 നിരയിലുള്ള വിശിഷ്ട അതിഥികളെ, അഭിനന്ദ പിതാക്കന്മാരാരെങ്കിലും താഴെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ, വന്യ വൈദികരെ, പ്രിയ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പാലായിൽ സിസ്റ്റേഴ്സിനെ തട്ടി ബസ് സ്റ്റാൻഡിൽ ആളുകൾ വീണിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോഴേ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഞാൻ ഈയിടെ പള്ളിക്കാപ്പറമ്പ് പിതാവിനെ സന്ദർശിച്ചു. അത് അദ്ദേഹത്തിന് 100 ഒരു വയസ്സ് വന്നപ്പോഴാണ്. എന്ന് സന്ദർശിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഏഷ്യയിലെ നെഞ്ചൊക്കെ ഒന്ന് നല്ലപോലെ വിരിച്ചാണ് പറഞ്ഞത്, ഏഷ്യയിലെ ഏറ്റവും പ്രായം ചെന്ന മെത്രാനാണെന്ന് പറഞ്ഞു. ഞാൻ അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞു. എന്നിട്ട് കൂട്ടിച്ചേർന്നു, ഇക്വഡോറിൽ 103 വയസ്സുള്ള ഒരു മെത്രാൻ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനടി ഇക്വഡോറിലെ ഒരു കർദിനാളിനെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ശരിയാണ്? അദ്ദേഹം പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗവേഷണം നടത്തി പ്രായം ചെന്നവരുടെ എല്ലാം ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവാണ്. പോയോ? അയ്യോ പോയി കേട്ടോ, ഞാനെങ്കിൽ പറയുകയല്ലായിരുന്നു. പക്ഷെ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അപ്പോഴങ്ങനെയുള്ള ആ പിതാവ് വാസ്തവത്തിൽ ഈ രൂപതയ്ക്കൊരു എന്താ പറയുന്നത്, നിക്ഷേപമാണ്. ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് ദീർഘിക്കുകയല്ല. ആ വിഷയം ലീഡർഷിപ്പാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ലീഡർഷിപ്പിന് വളരെ പ്രാധാന്യം കൊടുത്തു. തനിക്ക് ശേഷം ഒരാളെ നിയമിക്കുന്ന ഒരു സാധാരണ മതസ്ഥാപകനൊന്നും ആയിരുന്നില്ല കർത്താവായ ഈശോ മിശിഹ. അദ്ദേഹം 12 പേരുടെ ഒരു കൂട്ടായ്മയാണ് സ്ഥാപിച്ചത്. ഈ 12 പേരിൽ ഒരാൾ വഴിതെറ്റി പോയപ്പോൾ അവന് പകരം ഒരാളെ എടുക്കണമെന്ന് പോലും ആത്മാവിൽ
മറ്റു 11 പേർക്ക് പ്രചോദനം കൊടുത്തതും കർത്താവാണ്. അപ്പോൾ അങ്ങനെ മത്തിയാസിനെയും തിരഞ്ഞെടുത്തു എന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, 12 പേരോട് കൂടെ 70 പേരുടെ മറ്റൊരു ലീഡർഷിപ്പും കർത്താവ് സ്ഥാപിച്ചു. ഈ 70 പേരും കഴിഞ്ഞിട്ടോ ചില പ്രത്യേക വ്യക്തികളെ, അരിമത്യക്കാരൻ ജോസഫ്, നിക്കോദേമോസ്, രാത്രി വരുന്നവരെ, പകൽ വരുന്നവരെ, ജനക്കൂട്ടത്തിൽ വരുന്നവരെ, കടലോരത്ത് വരുന്നവരെ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ എല്ലാം ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വഭാവമായിരുന്നു കർത്താവിന്. സഭ ഇത് പാലിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാപ്പായെ തിരഞ്ഞെടുക്കാനായിട്ട് കത്തോലിക്ക തിരുസഭ എത്ര മാത്രം സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ് നടത്തിയതെന്ന് നമുക്കറിയാമല്ലോ. ലോകം മുഴുവൻ പ്രതീക്ഷയോടെ ഈ ലീഡർഷിപ്പിനെ നോക്കി കാണുന്നുണ്ടായിരുന്നു. അവസാനം നല്ലൊരു പാപ്പായെ ലഭിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, സംതൃപ്തമായി. അതുപോലെ തന്നെയാണ് ഓരോ മെത്രാന്മാരുടെ നിയമനത്തിലും സഭ കാണിക്കുന്ന ശ്രദ്ധ. പ്രാദേശിക സഭകളാണ് ഓരോ രൂപതയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭയുടെ ലീഡർഷിപ്പിലേക്ക് വരുന്ന ആളുകളെ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടവരാണ്. ലീഡർഷിപ്പ് പാളിപ്പോയാൽ സമൂഹവും അല്ലെങ്കിൽ സഭയും പാളിപ്പോയാനിടയുണ്ട്. അപ്പോഴങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഈ പാലാരൂപതയ്ക്കുണ്ട്. പാലാരൂപതയുടെ ലീഡർഷിപ്പ് അവർക്ക് ഒന്നിനു പുറകെ ഒന്നായി കിട്ടിയ 3 പിതാക്കന്മാരുടെയും എത്രമാത്രം ശക്തമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 3 പേരും, വൈലൽ തിരുമേനി, ജോസഫ് പള്ളിക്കാപ്പറമ്പ് പിതാവ്, ഇപ്പോഴത്തെ ധിഷണാശാലിയായിട്ടുള്ള ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, 3 പേരും ഈ രൂപതയെ വളർത്തിയെടുക്കുന്നതിൽ കാണിച്ച ശ്രദ്ധ, അതാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗമായിരുന്നു ഈ പാലാ രൂപത. പക്ഷേ അന്ന് പരിശുദ്ധ സിംഹാസനം മനസ്സിലാക്കി ഈ മീനച്ചിലും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉള്ളവരെ ചങ്ങനാശ്ശേരിയിൽ ഒതുക്കി നിർത്താൻ പറ്റില്ല. ഒതുക്കിയാലും അവർ ഒതുങ്ങുകയില്ല. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക രൂപത സ്ഥാപിച്ചു കൊടുത്തു. ചങ്ങനാശ്ശേരിയുടെ അധ്യക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്ത രൂപത വളർത്തിയെടുക്കുന്നതിൽ ഈ പിതാക്കന്മാരും അവരോട് കൂടെ ഉണ്ടായിരുന്ന വൈദിക ഗണവും സമർപ്പിതരും അൽമായരായിട്ടുള്ള നേതാക്കന്മാരും കൊടുത്ത നേതൃത്വം വളരെ വലുതാണ്. ഇവിടെ നേതൃത്വമാണ് ഈ പ്രാദേശിക സഭയെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മേജർ ആർച്ച് ബിഷപ്പ് പിതാവ് പറഞ്ഞതുപോലെയുള്ള എല്ലാ തലങ്ങളിലെയും നേതൃത്വം, വിശുദ്ധിയുടെ തലത്തിൽ, ആരാധനയുടെ തലത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൽ, ഇപ്പോൾ മെഡിസിറ്റിയിലൂടെയുള്ള അതൊരു ശുശ്രൂഷയുടെ തലത്തിൽ, പൊതുജന സേവനത്തിൽ, രാഷ്ട്രീയത്തിൽ, സാമ്പത്തികത്തിൽ, സാംസ്കാരിക കലാരംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലീഡർഷിപ്പാണ് ഈ രൂപതയ്ക്കുള്ളത്. അതാണ് ഈ രൂപതയെ എല്ലാവരുടെയും മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നത്. ഭാരതത്തിലെ സഭയിൽ പല മാതൃകാ രൂപതകളുണ്ട്. പക്ഷെ എല്ലാ മാതൃകാ രൂപതകളുടെയും മുന്നിൽ നിൽക്കുന്ന മാതൃകാ രൂപതയാണ് പാലാ രൂപതയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇവിടെ അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവും പലതരത്തിലുള്ള നേതൃത്വങ്ങളെ അനുസ്മരിച്ചു. പിതാക്കന്മാരുടെ തലത്തിലുള്ളവരെ, അതുപോലെ തന്നെ വൈദികരുടെ തലത്തിലുള്ളവരെ, ചുരുക്കം ചില അൽമായ നേതാക്കളെ. ഞാനൊരു ചെറിയ ഗവേഷണം നടത്തി. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ അൽമായരായിട്ടുള്ള നേതാക്കന്മാരാരൊക്കെയാണെന്നറിയാനായിട്ട്. അങ്ങനെ വന്നപ്പോൾ അതൊന്നും ഇവിടെ നിന്ന് അറിയിക്കുകയാണ്. ദിസ് ഈസ് ഫോർ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എസ്പെഷ്യലി ശ്രീ ശശി തരൂർ. So I read the list. ഗവർണർമാർ പ്രൊഫസർ KM ചാണ്ടി, ശ്രീ MM ജേക്കബ്, 2 ഗവർണേഴ്സ് ഫ്രം ദിസ് പാലാ ഏരിയ. കേന്ദ്രമന്ത്രിമാർ ശ്രീ MM ജേക്കബ്, ശ്രീ ജോർജ് കുര്യൻ. സംസ്ഥാന മന്ത്രിമാർ ശ്രീ TA തൊമ്മൻ, ശ്രീ KM മാണി, പ്രൊഫസർ NM ജോസഫ്, ശ്രീ അദ്ദേഹം എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് BA പാസ്സായി. ഞങ്ങൾക്ക് 2 പേർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ശ്രീ മോൻസ് ജോസഫ്, ശ്രീ റോഷി അഗസ്റ്റിൻ. ഇനി MP മാർ ശ്രീ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി, ശ്രീ മാത്യു മണിയങ്ങാടൻ, ശ്രീ ഷെറിയാൻ K കാപ്പൻ, പാലാ KM മാത്യു, ശ്രീ KC സെബാസ്റ്റ്യൻ, ശ്രീ MM ജേക്കബ്, ജോർജ് J മാത്യു,
ശ്രീ ആൻഡോ ആൻ്റണി, ശ്രീ ജോയി നടുക്കര, അഡ്വക്കേറ്റ് ജോയി എബ്രഹാം, ശ്രീ വക്കച്ചൻ മറ്റത്തിൽ, ശ്രീ ജോസ് കെ മാണി, ജോർജ് കുര്യൻ. MP മാർ. MLA മാർ ശ്രീ RV തോമസ് തിരുവിതാംകൂർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പറായിരുന്നു. ശ്രീ മാത്യു മണിയങ്ങാടൻ, ശ്രീ ചെറിയാൻ ജേക്കബൻ തിരുക്കൊച്ചി നിയമസഭാംഗം, പ്രൊഫസർ KM ജാണ്ടി തിരുവിതാംകൂർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പർ, ശ്രീ TA തൊമ്മൻ, ശ്രീ BB ജോസഫ് വലിയകണ്ഠത്തിൽ, ശ്രീ JA ചാക്കോ, ശ്രീ KM മാണി, ശ്രീ KV കുര്യൻ പൊട്ടംകുളം, ശ്രീ ജോർജ് J മാത്യു, ശ്രീ PC ജോർജ്, പ്രൊഫസർ VJ ജോസഫ്, പ്രൊഫസർ NM ജോസഫ്, ശ്രീ മോൻസ് ജോസഫ്, അഡ്വക്കേറ്റ് ജോയി എബ്രഹാം, അഡ്വക്കേറ്റ് PM മാത്യു, ശ്രീ KJ തോമസ്, ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ മാണി C കാപ്പ്. അങ്ങനെ ഗവർണർമാർ, മന്ത്രിമാർ, MLA മാരായിട്ടുള്ളവരുടെ എല്ലാം ലിസ്റ്റ്. ഇതുകൂടെ വൈസ് ചാൻസലർമാരായിട്ട് 4 പേര് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊതുരംഗത്ത് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്ന നേതാക്കന്മാരുടെ രൂപതയാണ് പാലാരൂപത. ഇത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളെയും വിശ്വാസികളെയും സഭയിലും സമൂഹത്തിലും വളർത്തിക്കൊണ്ടിരിക്കുന്നത്, പരിപോഷിപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരേ ഒരു സത്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും പാലാ നൽകുന്ന ഈ പ്രചോദനം സഭയ്ക്കും സമൂഹത്തിനും തുടർന്നും ലഭിക്കുമെന്നുള്ളതിന് നമുക്ക് ഉറപ്പുണ്ട്. പാലായിൽ നിന്ന് വലിയ അപസ്വരങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഈ വല്ലതും ഉണ്ടായാലും അടുത്ത നിമിഷത്തിൽ അത് ശരിയായ രീതിയിൽ നിയന്ത്രിക്കുവാനുള്ള ഈ നേതൃത്വം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് പാലാ രൂപതയ്ക്ക് ഈ സുവർണ ജൂബിലി സന്ദർഭത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നമുക്ക് ആശംസിക്കാം. ദൈവാനുഗ്രഹങ്ങൾ നേരാം. ഇവിടുത്തെ വിശുദ്ധിയുടെ പാരമ്പര്യവും ഇവിടുത്തെ പൊതുജന സേവനത്തിൻ്റെ പാരമ്പര്യവും ഇവിടുത്തെ എല്ലാ വിധത്തിലുമുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇനിയും ഒന്നിനുമേലൊന്നായിട്ട് വളർന്ന് വികസിച്ച് ഈ കേരളത്തിനും ഭാരതത്തിനും ലോകത്തിനും മുഴുവനും സംഭാവന നൽകാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ലോകത്തിൽ എവിടെ പോയാലും ഒരു മലയാളിയെ കണ്ടേച്ച് നാം ചോദിക്കുകയാണെങ്കിൽ അതിലൊരു 1/3 പേരും പറയും ഞാൻ പാലാക്കാരനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആഗോള സാന്നിധ്യവും ഈ പാലാ രൂപതയ്ക്കുണ്ട്. ദൈവം ഈ രൂപതയെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിന് സ്തുതി.